ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ് CPM. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ കക്ഷിനില അനുസരിച്ച് 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള കരുത്ത് LDF-നുണ്ട്. ആ 2 സീറ്റും ഘടകകക്ഷികൾക്ക് നൽകുകയാണ്. മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ AKG സെന്ററിൽ ചേർന്നു. എല്ലാ ഘടക പാർട്ടികളുടെയും എല്ലാ അംഗങ്ങളും കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ മാസം 13-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കേണ്ട പ്രശ്നം, നിശ്ചയിക്കേണ്ട പ്രശ്നം മുന്നണിയുടെ മുമ്പാകെ വന്നു. ഇന്നിപ്പോൾ 10 ഇടതുപക്ഷ മുന്നണിക്ക് അതൊരു വലിയ ദൈർഘ്യമൊന്നുമല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ ഘടക പാർട്ടികളും വളരെ നല്ല നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനർഘമായി ചർച്ച നടത്തി നീട്ടിക്കൊണ്ടുപോകേണ്ട പ്രശ്നങ്ങളൊന്നും മുന്നണിക്കകത്ത് സാധാരണ ഉണ്ടാകാറില്ല. നല്ല ഐക്യത്തോടും നല്ല കെട്ടുറപ്പോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു മുന്നണി എന്നുള്ള നിലയിൽ ഇന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇന്ന് ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം കേരളത്തിൽ 3 ഒഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലേക്ക്. ആ 3 ഒഴിവുകൾ നിയമസഭാംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്തു നോക്കിയാൽ 2 രാജ്യസഭാംഗങ്ങളെ ജയിപ്പിക്കാനുള്ള വോട്ടവകാശം വോട്ട് LDF-നുണ്ട്. അപ്പോൾ 2 പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കേണ്ടത്. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയും കൂട്ടായി ചർച്ച നടത്തിയും എത്തിച്ചേർന്ന നിഗമനം ഈ 2 സീറ്റുകളിലേക്ക്, ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായും അവകാശങ്ങൾ ഉന്നയിക്കാം. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ 1 സീറ്റ് CPIക്ക്, 2ാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു. ഈ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിയുന്നത്ര വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 സീറ്റിൽ LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിനുള്ള നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യവും അതിൻ്റെ കെട്ടുറപ്പും ബഹുജന അംഗീകാരവുമാണ്. അതിനുതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. CPM-ന് ഒറ്റയ്ക്ക് തന്നെ 1 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയുടെ പ്രസക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM അത്തരമൊരു ആവശ്യങ്ങളിലേക്ക് വന്നില്ല. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഈ 2 പാർട്ടികൾക്ക് ഈ 2 സ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള അംഗീകാരം നൽകുകയാണ് മുന്നണി യോഗം ചെയ്തിട്ടുള്ളത്. ഇതാണ് യോഗത്തിൻ്റെ തീരുമാനം.
അതാണ് CPIM. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് CPM. ആ CPM അതിൻ്റെ ഉയർന്ന നിലവാരം കേരള ജനതയുടെ ഏറ്റവും വലിയ പിന്തുണയും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് CPM സ്വീകരിച്ചത്. ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി UDFിലേക്ക് പോകേണ്ട ഗതികേടിലുള്ള പാർട്ടിയുണ്ടോ? ഇതിലുള്ള എല്ലാ പാർട്ടികളും രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഈ മുന്നണിയുടെ ഭാഗമായവരാണ്. മറ്റ് മുന്നണികളെപ്പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിലപാടുകളൊന്നും മുന്നണിയിലെ ഘടകപാർട്ടികൾക്കില്ല. ഏറ്റവും പ്രധാനം രാജ്യത്തിൻ്റെ താല്പര്യമാണ്, കേരളത്തിൻ്റെ താല്പര്യമാണ്. ചെറിയ പാർട്ടികളോ വലിയ പാർട്ടികളോ എന്നൊന്നുമില്ലാതെ എല്ലാ പാർട്ടികൾക്കും തുല്യമായ അവകാശങ്ങൾ നൽകി അഭിപ്രായങ്ങൾ കേട്ട് നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ളത്. എല്ലാ പാർട്ടികളും, കാരണം അവരുടെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടികളിലും ഇത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിക്കും, ആവശ്യങ്ങൾ ഉന്നയിക്കും. എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും. എല്ലാ മുന്നണിയിലെ ഘടക പാർട്ടിയുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് നിലപാട് സ്വീകരിച്ചു. എല്ലാവരും കൂടി ചേർന്ന് ഐക്യകണ്ഠേനയാണ് എല്ലാവരും കൈയടിച്ച് തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതാണ് CPIM. ഇവിടെ സാധ്യതകളെക്കുറിച്ചല്ല, മുന്നണിയുടെ രാഷ്ട്രീയം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുക, അവരെയെല്ലാം ബഹുമാനിക്കുക, അവരുടെ എല്ലാം താല്പര്യങ്ങൾ പരിഗണിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുനയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പല കാരണങ്ങളാൽ രാജ്യസഭയിലൊക്കെ ജയിച്ചു വരാമല്ലോ. ഇനിയും ഉണ്ടല്ലോ, അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനിയും വരാമല്ലോ.